നമസ്കാരം. സ്ത്രീയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനോഹരമായൊരു വീട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. ഹോം ആൻഡ് ഗാർഡൻ. വടക്കൻ കേരളത്തിന്റെ പ്രത്യേകതയാണ് ഈ വെട്ടുകല്ലുകൾ. പരുക്കൻ സൗന്ദര്യത്തിന്റെ ഈടുവയ്പുകളാണിവ. ഒപ്പം കനത്ത സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനമാണ് ഈ വെട്ടുകല്ലുകൾ. തനി നാട്ടിൻപുറത്തിന്റെ ഹൃദ്യമായ കമനീയതയോടെ നിലകൊള്ളുകയാണ് കോഴിക്കോട്ടെ ശ്രീനിലയമെന്ന ഈ വീട്. പടിപ്പുര വീട് നമ്മുടെ ഗൃഹാതുരതയുടെ കാഴ്ചയാണ്. ശ്രീനിലയത്തിന്റെ പടിപ്പുരയും ഈ അനുഭവം നമുക്ക് തരുന്നുണ്ട്. വിശാലമായ മുറ്റം. മതിലിൽ നിന്ന് മുറ്റത്തിന്റെ ഏകദേശം പകുതി വരെ പച്ച പുതച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഹെക്സഗണൽ ആകൃതിയിൽ ഒരു ഫാൻസി പോണ്ട്. ലോണിനും ശ്രീനിലയത്തിനുമിടയ്ക്ക് വെറും മുറ്റം. കൃത്രിമമായി അണിയിച്ചൊരുക്കിയ ചെടികളില്ല ശ്രീനിലയത്തിൽ. നമ്മുടെ സ്വന്തം തെങ്ങും കവുങ്ങും ധാരാളമായുണ്ട്. ാണ് ശ്രീനിലയത്തിലെ പൂമുഖം. ഗ്രാനൈറ്റ് പാകിയ പടിക്കെട്ടുകൾ. പൂമുഖത്തും ചുറ്റിലുമുള്ള വരാന്തയിലുമെല്ലാം നിലം ചുവന്ന തറയോടുകളാൽ അലങ്കൃതമാണ്. മുന്നിലായി ഒരാട്ടുകട്ടിൽ. അപ്പുറത്ത് നടുമുറ്റം. പരമ്പരാഗത ശൈലി പിന്തുടർന്നുകൊണ്ട് നടുമുറ്റത്തിൽ തുളസിത്തറ സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ നാലുകെട്ട് ശൈലിയിലാണ് ശ്രീനിലയം നിർമ്മിച്ചിട്ടുള്ളത്. പുറത്ത് ചാരുപടി സ്ഥാപിച്ച ഇവിടെ വിശ്രമത്തിന്റേതായ മറ്റൊരു തുറസുമുണ്ട്. സാധാരണ തറയോടുകളാണ് ഇവിടെ ആകെ വിരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ അകലെ ഡൈനിങ് ഏരിയ കാണാം. ഓവൽ ആകൃതിയിലെ ഊൺമേശയും കുഷൻ പതിച്ച കസേരകളും. ഒരരുകിലായി വുഡൻ കബോർഡുകൾ. തൊട്ടടുത്ത് ആധുനിക രീതിയിലെ വാഷ് ബേസിൻ.
ഡൈനിങ് ഏരിയയ്ക്ക് അപ്പുറത്തായി അടുക്കള. തടിയുടെ സാന്നിധ്യം ഇവിടെ ധാരാളമുണ്ട്. ശ്രീനിലയത്തിലാകെ എന്ന പോലെ സാധാരണ തരത്തിലുള്ള തറയോടുകൾ തന്നെയാണ് ആവരണം ചെയ്തിട്ടുള്ളത്. ശ്രീനിലയത്തിലെ ശയനമുറി പച്ച നിറത്തിന്റെ സോഫ്റ്റ് ഫർണിഷിംഗാൽ ലാളിത്യത്തിന്റെയും സൗമ്യതയുടെയും ഭാവം പുലർത്തുന്ന ശയനമുറി. അടുത്തു തന്നെയുള്ള ബാത്റൂം ഉയരം കൂടുതലുള്ളതാണ്. ശ്രീനിലയത്തിലാകെയുള്ളതാണ് ഈ ഉയര കൂടുതൽ. കടുത്ത വർണ്ണത്തിന്റെ തീവ്രത നമുക്കിവിടെ അനുഭവിക്കാനാകും. നാലുകെട്ടിന്റെ ശൈലിയെ അനുകരിക്കുന്ന രൂപസംവിധാനത്തിനൊപ്പം ഉള്ളകങ്ങൾ ആധുനികതയുടെ സൗന്ദര്യ തീവ്രത ഗർഭം വഹിക്കുന്നു. അതാണ് ശ്രീനിലയത്തിന്റെ പ്രത്യേകത. സൗന്ദര്യാനുഭവത്തിന്റെ ദൃശ്യവിരുന്നൊരുക്കിയ വീടിന്റെ കാഴ്ചകൾ പൂർണ്ണമായി. ഇനി അടുത്ത സെഗ്മെന്റ് ചമയം. പ്രശസ്ത ബ്യൂട്ടീഷ്യൻ ശ്രീമതി ശൈല ജോസ് അവതരിപ്പിക്കുന്നു. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ടെമ്പററി ഹെയർ സ്ട്രൈറ്റനിങ് ആണ്. അപ്പോൾ ഇതിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ പെർമനൻ്റ് അല്ലാണ്ട് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഒരു സ്ട്രൈറ്റനിങ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ചെയ്യാം. അല്ലാതെ ഫുൾ സ്ട്രൈറ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കേണ്ടാത്തവർക്ക് പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ടെമ്പററി ഹെയർ സ്റ്റൈൽ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ടെമ്പററി സ്ട്രൈറ്റനിങ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം മുടി നന്നായിട്ട് ഷാംപൂ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അയണിങ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മുടി ഡ്രൈ ചെയ്ത് എടുത്തതാണിത്. അപ്പോൾ അതിനുശേഷം ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ പ്രോഡക്റ്റ് ഈ അയൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടി ചൂട് അധികം കൊണ്ട് ഒരു ഡാമേജ് ഒന്നും വരാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ സ്പ്രേ ചെയ്യണം.
അതിനുശേഷം മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, ആ സ്പ്രേ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി. മുടി ഇങ്ങനെ 4 സെക്ഷനായിട്ട് എടുത്ത് ക്ലിപ്പ് ചെയ്യണം. ആദ്യം ചെയ്യുന്നത് ഏറ്റവും അടിയിലത്തെ ലെയർ മുടി വേണം നമ്മൾ ആദ്യം അയൺ ചെയ്യാനായിട്ട്. ആദ്യം ഇങ്ങനെ ഇതുപോലെ ചെറിയ സെക്ഷൻസ് ആയിട്ട് എടുത്ത് വേണം അയൺ ചെയ്യാനായിട്ട്. അയൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അയണിങ്ങിനുള്ള റോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഈ സിറാമിക് കോട്ടിംഗ് ഉള്ളതാണെങ്കിൽ മുടിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല. അതിന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഓരോ മുടിക്കും മുടിയുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മൾ റൂട്ടിൻ്റെ അടുത്ത് തൊട്ട് എൻഡ് വരെ ഒരേ പ്രഷർ കൊടുത്ത് വേണം അയണിങ് ചെയ്യാനായിട്ട്. ഈ ടെമ്പററി സ്ട്രൈറ്റനിങ് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു പാർട്ടിക്ക് പോകുമ്പോഴൊക്കെ മുടിയുടെ ഒരു ടെക്സ്ചർ ഒന്ന് മാറ്റണമെങ്കിൽ, ഇപ്പം കേളി ഹെയർ, വേവി ഹെയർ ഒക്കെ ആണെങ്കിൽ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടെമ്പററി സ്ട്രൈറ്റനിങ് ചെയ്താൽ മതി. ബട്ട് പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, അത് ആദ്യം ഫ്രണ്ട് പോർഷൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും മുഖത്തിന് ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ടെമ്പററി ആയതിന് സ്ട്രൈറ്റനിങ് ചെയ്യാൻ പറ്റും. ഇത് ഒരു വാഷ് വരെ ഇത് നിൽക്കത്തുള്ളൂ. നമ്മളൊന്ന് മുടി നനച്ച് കഴിഞ്ഞാൽ ഈ അയണിങ്ങിൻ്റെ ഈ സ്ട്രൈറ്റനിങ് ഇത് പോവും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. ഇനി സ്ത്രീകളുടെ നിയമപ്രശ്നങ്ങളുമായി സ്ത്രീ ശക്തി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ ശ്രീമതി ബേബിയമ്മ അവതരിപ്പിക്കുന്നു. നമസ്കാരം. സ്ത്രീ ശക്തിയിലേക്ക് സ്വാഗതം. ബലാത്സംഗത്തിനെതിരായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളും ശിക്ഷകളെയും പറ്റി പരിശോധിക്കാം. ഏതെല്ലാം സാഹചര്യത്തിലാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി മാറുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി 8 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഒന്ന്, ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള ലൈംഗിക ബന്ധം. രണ്ടാമത്, സ്ത്രീയുടെ സമ്മതമില്ലാതെ. മൂന്നാമത്, അവളെ കൊല്ലുമെന്നോ ഭീഷണിപ്പെടുത്തിയുള്ള ലൈംഗിക ബന്ധം. നാലാമത്, വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധം. അഞ്ചാമതായി, പ്രലോഭനങ്ങൾക്ക് വശംവദയാക്കി വിവാഹം കഴിച്ചുകൊള്ളാമെന്ന വാഗ്ദാനം നൽകി. കൂടാതെ 16 വയസ്സിന് ഒരു മദ്യമോ മയക്കുമരുന്നോ ലഹരി വസ്തുക്കളോ കൊടുത്ത് ബോധമില്ലാത്ത അവസ്ഥയിലുള്ള ലൈംഗിക ബന്ധം. കൂടാതെ തലയ്ക്ക് സുഖമില്ലാത്ത ഉന്മാദ അവസ്ഥയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. എട്ടാമതായി, 16 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധവും ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്നു. ഇതെല്ലാം തന്നെ 376 IPC ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും 12 വർഷത്തോളം കാലയളവിലുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഒരു കോടതി വിധിപ്രകാരം പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയുമായി ഉള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും 376 വലിയ എ പ്രകാരം ശിക്ഷാർഹമാണ്. ആയതിനും 2 വർഷം വരെയുള്ള കാലാവധിയിലുള്ള ശിക്ഷ ലഭിക്കാവുന്നതാണ്. കൂടാതെ 376 സ്മാൾ ചെറിയ എ മുതൽ ഈ ജി വരെ ഉള്ള സെക്ഷനുകളിൽ എ ബി സി
ഡി വരെയുള്ളത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ മേലുദ്യോഗസ്ഥന്മാർ അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരോട് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായ ബലാത്സംഗത്തിനിരയായാൽ മേൽപ്പറഞ്ഞ എ മുതൽ എ ബി സി ഡി ഇ അല്ല ഡി വരെയുള്ള സെക്ഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് 10 വർഷം വരെയുള്ള കാലാവധിക്കുള്ള ശിക്ഷ ലഭിക്കുന്നതുമാണ്. കൂടാതെ 376 IPC സ്മാൾ ഇ പ്രകാരം ഗർഭിണിയായ സ്ത്രീയെ ആ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്താലും 10 വർഷം വരെ കാലാവധിക്കുള്ള ശിക്ഷ ലഭിക്കാവുന്നതാണ്. 376 ഡി പ്രകാരം 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ ലൈംഗികമായി ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം 10 മുതൽ 12 ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. കൂടാതെ കൂട്ടബലാത്സംഗം അതിന് 376 F IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതും ഇതെല്ലാം തന്നെ 10 മുതൽ 12 വരെയുള്ള കാലയളവിലുള്ള ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. കൂടാതെ അടുത്തത് സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന വിവാഹ സംബന്ധമായ പീഡനങ്ങളും അതിനുള്ള ശിക്ഷകളെയും പറ്റി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി 304 ബി സ്ത്രീധന മരണം. ഒരു സ്ത്രീ വിവാഹിതയായി 6 വർഷമോ 7 വർഷമോ 7 വർഷത്തിന് മുമ്പ് വിവാഹിതയായ ഒരു സ്ത്രീ പ്രത്യേക അസാധാരണ സാഹചര്യത്തിലോ വല്ല തീപ്പൊള്ളലേറ്റോ ശാരീരിക ക്ഷതമേറ്റോ മരണം സംഭവിക്കുകയും ആ മരണത്തിന് തൊട്ടു മുമ്പ് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീധനം ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ആ സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് ബോധ്യം വന്നാൽ ആ 304 ബി പ്രകാരം സ്ത്രീധന മരണത്തിന് ആ ഭർത്താവിന്റെയും ബന്ധുക്കളെയും പേര് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന് അവരാണ് ഉത്തരവാദി എന്ന് അനുമാനിക്കുന്നതുമാണ്. അതുകൂടാതെ തന്നെ രണ്ടാമതായി 493 പ്രകാരം 493 പ്രകാരം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാതെ തന്നെ ആ സ്ത്രീ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് എന്നുവെച്ചാൽ ഒരു ആള് കല്യാണം കഴിഞ്ഞ് രണ്ടാമതൊരു സ്ത്രീയെ കൂട്ടി താമസിക്കാൻ വിവാഹം കഴിയാത്ത ആള് തന്നെ ഒരു സ്ത്രീയെ കൂടെ പാർപ്പിച്ചിട്ട് നീ എന്റെ ഭാര്യയാണ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ സ്ത്രീയുമായിട്ട് താമസിക്കുന്നതും 493 IPC പ്രകാരം ശിക്ഷാർഹമാണ്. കൂടാതെ 494